വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. 20 മിനിറ്റ് ശ്രദ്ധിച്ചിരിക്കാമെങ്കിൽ ഇൻഷാ അല്ലാഹ് വലിയൊരു വിഷയം ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. സമസ്തയുടെ കീഴിൽ ഒരുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സദസ്സാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് 10 ലക്ഷം വിദ്യാർത്ഥികളുടെ 1 ലക്ഷം അധ്യാപകരുടെ ഒക്കെ പ്രതിനിധികളായി ഏറ്റവും തലമുതിർന്ന പണ്ഡിതർ നേതാക്കൾ മുൻപിലിരിക്കുന്നു എന്ന ഉത്തരവാദിത്ത ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് കയ്യിൽ പേനയും പുസ്തകവും എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന ചില വരികൾ നിങ്ങൾ എഴുതാൻ കൂടി മനസ്സ് കാണിച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി വീട്ടിലെത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആലോചിക്കണമെന്ന് തോന്നുമ്പോൾ അത് തുറന്നെടുത്താൽ മുതൽക്കൂട്ടാവും എന്നും ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാ അല്ലാഹ്. നിരീശ്വരവാദം, ലിബറലിസം വളരെ വൈകി മാത്രം നമ്മുടെ വേദികളിൽ വന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയവും വലുതാണ്, ഇത് പുതുമയുള്ളത് കൂടിയാണ്. അതുകൊണ്ട് ഒരുപാട് സമയം എടുത്തു മാത്രം പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, നിരീശ്വരവാദം. ചെറിയ കുട്ടികൾ പഠിക്കുന്നത് പോലെ നിരീശ്വരവാദം എന്ന് ഹെഡിങ് എഴുതി അടിയിലൊരു വര വരച്ച് പോയിന്റുകൾ എഴുതാൻ നിങ്ങൾ തയ്യാറായിരുന്നാൽ എഴുതേണ്ട ഒന്നാമത്തെ വാചകം നിരീശ്വരവാദം എന്നാൽ ദൈവമില്ല എന്ന ഒരു വാദമാണ്. അത് നമുക്കറിയാം, അറിയുന്നത് എഴുതേണ്ട ആവശ്യമില്ല. നിരീശ്വരവാദം എന്നാൽ ദൈവമില്ല എന്ന് പറയുന്ന ഒരു വാദമാണ്. ഇങ്ങനെ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നതിന്റെ ഗുണം ഞാൻ ആദ്യം പറയാം, അപ്പോഴാണ് നമുക്കത് എഴുതാൻ തോന്നുക. ഒരു നിരീശ്വരവാദി വന്നിട്ട് പറയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ റളിയല്ലാഹു അൻഹ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചതൊട്ടും ശരിയായില്ല എന്നൊരാൾ പറഞ്ഞു എന്ന് കരുതുക. അല്ലെങ്കിൽ ഇസ്ലാമിലുള്ളതുപോലെ വിവാഹം കഴിച്ചാൽ മാത്രമേ, നിക്കാഹ് ചെയ്താൽ മാത്രമേ പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കാവൂ എന്നത് വളരെ പഴഞ്ചനാണ് എന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും അവരോട് സംവദിക്കാൻ ശ്രമിക്കും. ഇസ്ലാമിലെ ശാഖാപരമായ കാര്യങ്ങളിൽ നിരീശ്വരവാദികളോട് സംവദിക്കാൻ ശ്രമിക്കും. സത്യത്തിൽ ഒരു സംവാദം സാധ്യമാക്കണമെങ്കിൽ വിഷയമല്ല വേണ്ടത്, വാദങ്ങളാണ്. വാദങ്ങളുമല്ല വേണ്ടത്, എതിർവാദങ്ങളാണ്. നമുക്കൊരു വാദം വേണം, എതിരാളിക്കൊരു വാദം വേണം. ഈ 2 വാദവും എതിരാകുമ്പോൾ മാത്രമേ സംവാദം നടക്കൂ. നിരീശ്വരവാദിയും മുസ്ലിമും തമ്മിൽ ഒരൊറ്റ വിഷയത്തിലെ എതിർവാദം ഉണ്ടാകൂ. അത് അള്ളാഹു ഉണ്ട് എന്ന് നമ്മുടെ വാദം, അള്ളാഹു ഇല്ല എന്ന് അവരുടെ വാദം. മറ്റൊരു വിഷയത്തിലും നിരീശ്വരവാദിയുമായി സംവാദത്തിന് സാധ്യതയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലാണ് എന്ന് നമ്മുടെ വാദം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂൽ അല്ല എന്ന അവരുടെ വാദം. വൈരുദ്ധ്യമല്ലേ? സംവാദം സാധ്യമല്ലേ എന്ന് ചോദിച്ചാൽ വൈരുദ്ധ്യമല്ല. അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കാതെ അള്ളാഹുവിന്റെ റസൂൽ ചർച്ചയ്ക്ക് വരില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്ത് അംഗീകരിക്കാതെ ഇസ്മത്ത് ചർച്ചയ്ക്ക് വരില്ല. അപ്പൊ അനാവശ്യമായ ഒരുപാട് സംവാദങ്ങൾ ഒഴിവാക്കാൻ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കലാണ് വേണ്ടത്. ഒരിക്കലൊരു നിരീശ്വരവാദിയായ ഒരാൾ സംവാദത്തിന്റെ വിഷയം ഇതാക്കി, വ്യഭിചാരം അനുവദനീയമാണ്. നമ്മളിങ്ങനെ പറഞ്ഞു, എതിർവാദങ്ങൾ ഉണ്ടായാലും സംവാദം നടക്കും. വ്യഭിചാരം അനുവദനീയമാണ്. നിങ്ങൾ വാദിക്കുന്ന വ്യഭിചാരം അനുവദനീയമല്ല എന്നല്ലേ? അപ്പോൾ വൈരുദ്ധ്യമായില്ലേ? നമുക്ക് തോന്നും വൈരുദ്ധ്യമായിട്ടില്ല. വ്യഭിചാരം എല്ലാവർക്കും മനസ്സിലായി, കൂടുതൽ വിശദീകരിക്കേണ്ട. അനുവദനീയമാണ് എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി അനുവദനീയമാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം, അനുവദനീയമല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അള്ളാഹു വിലക്കി എന്നതാണ്. ഒരു നിരീശ്വരവാദി അനുവദനീയമാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഭരണകൂടം അനുവദിച്ചു എന്നുള്ളതാണ്. ഇത് വൈരുദ്ധ്യമല്ല. ഞാൻ ബിരിയാണി കഴിച്ചു, അവൻ ബിരിയാണി കഴിച്ചില്ല, വൈരുദ്ധ്യമില്ല. എന്നാൽ ഞാൻ ബിരിയാണി കഴിച്ചു, ഞാൻ ബിരിയാണി കഴിച്ചില്ല എന്ന് പറയുമ്പോഴാണ് ഒരേ സമയത്ത് വരുമ്പോൾ വൈരുദ്ധ്യമാവുക. അപ്പോൾ അടിസ്ഥാനം മനസ്സിലാക്കി നമുക്ക് പോയാൽ നിരീശ്വരവാദത്തിന്റെ ഒന്നാമത്തെ വാദം, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ വാദം, ദൈവമില്ല എന്ന വാദമാണ്. അപ്പോൾ നമ്മൾ എന്താണ് അവരോട് ചെയ്യേണ്ടത്? നമ്മൾ ദൈവമുണ്ട് എന്നതിന്റെ തെളിവ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ വേണ്ടത്? അതല്ല, അത് രണ്ടാമത്തെ പണിയാണ്. ഒന്നാമത്തെ പണി, ദൈവമില്ല എന്ന നിങ്ങളുടെ വാദം നിങ്ങൾ തെളിയിക്കൂ എന്ന് പറയണം. ദൈവമില്ല എന്ന നിങ്ങളുടെ വാദം നിങ്ങൾ തെളിയിക്കൂ. അഭിമാനത്തോടെ, ആത്മവിശ്വാസത്തോടെ നമ്മൾ പറയണം. അപ്പൊ സ്വാഭാവികമായും അവർ ചോദിക്കും, അതെങ്ങനെ ഞങ്ങൾ തെളിയിക്കുക? നിങ്ങളല്ലേ തെളിയിക്കേണ്ടത്. നിങ്ങൾ ഉണ്ട് എന്ന് വാദിക്കുന്നു, ഞങ്ങൾ ഇല്ല എന്ന് വാദിക്കുന്നു. ഇല്ല എന്ന് വാദിക്കാൻ തെളിവിന്റെ ആവശ്യമില്ല എന്ന് അവർ പറയും. നമ്മളും മന്തിക്കൊക്കെ പഠിച്ച ഉസ്താദുമാരാണെങ്കിൽ ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ വരും. മാനിയല്ല തെളിവ് സമർപ്പിക്കേണ്ടത് ആരാണ്? വാദം ഉന്നയിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ദൈവം ഉണ്ട് എന്ന് വാദിക്കുന്നു, അവനതിനെ നിഷേധിക്കുക മാത്രമല്ലേ ചെയ്യുന്നു? അല്ല, അവന്റെ പേര് തന്നെ നിരീശ്വരവാദി എന്നാണ്. അവനൊരു വാദമുണ്ട്. എന്താണ് ആ വാദം?
ദൈവം ഇല്ല എന്നവൻ വാദിക്കുകയാണ്. വാദമുണ്ടെങ്കിൽ തെളിവ് വേണം. നീ ദൈവമുണ്ട് എന്ന വിശ്വാസത്തെ നിഷേധിച്ച് നടക്കുക മാത്രമാണ്. ഒരു വാദവും മുന്നോട്ട് വെക്കുന്നില്ലെങ്കിൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. അങ്ങനെ പോയി ലോകത്ത് എത്ര ആളുകൾ വിശ്വാസവുമായി പല വിശ്വാസങ്ങളുമായി നടക്കുന്നുണ്ട്. പക്ഷെ ഒരു വാദം മുന്നോട്ട് വെച്ചാൽ തെളിവ് സമർപ്പിക്കണം. ഒന്ന്, അപ്പൊ നീ ദൈവമില്ല എന്ന് പറയുന്നതിന്റെ തെളിവ് എന്താ എന്ന് ചോദിക്കണം. ഇന്നേ വരെ ഒരാൾക്കും തെളിവ് സമർപ്പിക്കാൻ കഴിയില്ല. കാരണം വസ്തുതയ്ക്കെതിരെ തെളിവ് സമർപ്പിക്കാൻ കഴിയില്ലല്ലോ. ഇന്നിവിടെ 1:10 ഫാരിസ് പി എന്ന് പറയുന്ന ഒരാൾ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ തെളിവ് സമർപ്പിക്കാൻ കഴിയും. തങ്ങളുടെ വീഡിയോ ഫുട്ടേജ് ഉണ്ടാവും, ഇവിടെയുള്ള ആളുകളുടെ സാക്ഷിമൊഴി ഉണ്ടാവും. സംസാരിച്ചില്ല എന്ന് പറഞ്ഞാലോ തെളിവ് ആർക്കും സമർപ്പിക്കാൻ കഴിയില്ല, കാരണം വസ്തുതയ്ക്കെതിരാണ്. അപ്പൊ അവർ പറയുന്ന രണ്ടാമത്തെ കാര്യം, അതാണ് രണ്ടാമത് എഴുതേണ്ട പോയിന്റ്. ശാസ്ത്രം കൊണ്ട് ദൈവമുണ്ട് എന്ന് തെളിയിച്ചിട്ടില്ല. ശാസ്ത്രം കൊണ്ട് ദൈവമുണ്ട് എന്ന് തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് ആരില്ല? അതുകൊണ്ട് ദൈവമില്ല. ഇതാണ് അവരുടെ രണ്ടാമത്തെ തെളിവ്. ശാസ്ത്രം കൊണ്ട് ദൈവമുണ്ട് എന്ന് തെളിയിച്ചിട്ടില്ല, അതുകൊണ്ട് ദൈവമില്ല. അപ്പം നമ്മൾ അബദ്ധം സംഭവിക്കാറ്, ശാസ്ത്രം കൊണ്ട് എങ്ങനെയെങ്കിലും ദൈവമുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന് നോക്കും. മണ്ടത്തരാണ്. ഞാനെപ്പോഴും പറയാറുള്ള ഉദാഹരണം, തെർമോമീറ്ററിൽ കയറി നിന്നാൽ നമ്മുടെ ഭാരം അളക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ ഒരാൾ പറയാണ്, തെർമോമീറ്ററിൽ കയറി നിന്നു, ഭാരം അളക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് ഭാരമില്ല എന്ന് പറയുന്നത് എത്രമേൽ മൗഢ്യമാണോ? അതുപോലെയാണ് ശാസ്ത്രം കൊണ്ട് കണ്ടെത്താൻ ശ്രമിച്ചു, അള്ളാഹുവിനെ കണ്ടെത്തിയില്ല. ടെലസ്കോപ്പ് കൊണ്ട് നോക്കി, അള്ളാഹുവിനെ കണ്ടില്ല, അതുകൊണ്ട് അള്ളാഹു ഇല്ല എന്ന് പറയുന്നത്. തെർമോമീറ്റർ ഭാരം അളക്കാനുള്ളതല്ല എന്നതുപോലെ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താനുള്ളതല്ല ശാസ്ത്രം. അപ്പൊ ഇവരോട് ഒന്നാമത് പറയേണ്ടത് ദൈവം ഇല്ല എന്ന നിങ്ങളുടെ വാദത്തിന് തെളിവ് കൊണ്ടുവരലാണ്. 2, അവർ കൊണ്ടുവരുന്നത് ദൈവമുണ്ട് എന്നതിന് ശാസ്ത്രീയമായ തെളിവില്ല എന്ന വാദമാണ്. അതിനെങ്ങനെയാണ് നേരിടേണ്ടത്? 3, ദൈവമുണ്ട് എന്നതിന് തെളിവ് സമർപ്പിക്കേണ്ടതുള്ളൂ. അതിവിടെ സംസാര വിഷയമാക്കാൻ സമയമില്ല. പക്ഷേ നമുക്ക് അതിനുവേണ്ടി വിചിന്തകരും ഫിലോസഫർമാരും നമ്മുടെ മഹാന്മാരായ വിശ്വാസ ശാസ്ത്രത്തിലെ പണ്ഡിതരും സമർപ്പിച്ച തെളിവുകളുടെ പേരുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതിന് ആ പേരുകൾ മാത്രം എഴുതി വെച്ചാൽ മതി. ഒന്ന് ഡിസൈൻ ആർഗ്യുമെന്റ് ആണ്. ഡിസൈൻ വാദം എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ഒരു ചെറിയ കുട്ടി, മദ്രസയിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി നിരീശ്വരവാദത്തിന്റെ വിത്തുമായി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ അവനോട് ചോദിക്കുക, ഈ ഡിസൈൻ ആർഗ്യുമെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവൻ കേട്ടിട്ടുണ്ടാവില്ല. പിന്നെയാണോ നീ ദൈവമില്ല എന്ന് നിഷേധിക്കുന്നത്? കടന്നു പോടാ ചക്ക എന്ന് പറയാം. 2, കണ്ടിൻജൻസി ആർഗ്യുമെന്റ്. ഇതിനൊക്കെ അറബിയിൽ തത്തുല്യമായ പദങ്ങളുണ്ട്. പക്ഷെ നമ്മളോട് സംശയം ചോദിച്ച് ആരോപണവുമായി വരുന്നവർക്ക് ആ ഭാഷ അറിയാത്തത് കൊണ്ട് അവർക്ക് അറിയുന്ന ഭാഷയിലെ പദങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. കണ്ടിൻജൻസി ആർഗ്യുമെന്റ്. 3, കലാം നമുക്ക് പരിചയമുള്ള പദമാണ്. കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്. ഡിസൈൻ ആർഗ്യുമെന്റ്, കണ്ടിൻജൻസി ആർഗ്യുമെന്റ്, കലാം, കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്. അപ്പോൾ തെളിവിന്റെ കാര്യം നമ്മൾ അവിടെ തീർത്തു കൊടുത്തു. ഇനി 2, ഇങ്ങനെ വരുന്ന ഒരാളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഒരു വാദം ഒരാൾ സ്വീകരിക്കണമെങ്കിൽ ഒന്നുകിൽ അതിന് തെളിവ് വേണം, ഒന്നുകിൽ അത് സത്യമായിരിക്കണം, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം വേണം, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണം. നിരീശ്വരവാദത്തിന് തെളിവുമില്ല, പ്രയോജനവുമില്ല, പ്രത്യാഘാതങ്ങൾ ഒരുപാടുണ്ട്. ഇതാണ് നമ്മുടെ 4ാമത്തെ പോയിന്റ്. തെളിവില്ല, നമ്മൾ പറഞ്ഞു, പ്രയോജനമില്ല, അതുകൊണ്ട് ഒരു ഉപകാരവും സമൂഹത്തിന് കിട്ടാനില്ല, മാത്രമല്ല പ്രത്യാഘാതങ്ങൾ ഒരുപാട് ഉണ്ട് എന്നതാണ്. എന്താണ് നിരീശ്വരവാദത്തിന്റെ പ്രത്യാഘാതങ്ങൾ? നിരീശ്വരവാദത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം എന്ന് പറയുന്നത്, ഇപ്പൊ ലോകത്ത് ഒരുപാട് മൂല്യ വ്യവസ്ഥിതികളുണ്ട്, ഒരുപാട് ധർമ്മ വ്യവസ്ഥിതികളുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം മനുഷ്യ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന തത്വത്തിൽ നിന്നാണ്. മനുഷ്യ ജീവിതത്തിന് അർത്ഥമുണ്ടെങ്കിൽ, ഇത് ബാക്ടീരിയയെ പോലെ അല്ലെങ്കിൽ ഇത് മൃഗങ്ങളെ പോലെ അല്ലെങ്കിൽ ഇവന് നിയമങ്ങൾ വേണമല്ലോ എന്ന ചിന്തയിൽ നിന്നാണ് എല്ലാ ധാർമ്മിക വ്യവസ്ഥയും നിലനിൽക്കുന്നത്. എന്നാൽ നിരീശ്വരവാദം പറയുന്നത് പ്രകാരം മനുഷ്യ ജീവിതത്തിന് അർത്ഥമില്ല, ഇത് വ്യർത്ഥമാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന വിശ്വാസത്തിൽ പടുത്തുയർത്തിയ എല്ലാ മൂല്യ സംവിധാനങ്ങളെയും നിരാകരിക്കുക. ഇതിന്റെ പേര് നിഹിലിസം എന്നാണ്. നൈലിസം എന്ന് ഇംഗ്ലീഷിൽ പറയും, നിഹിലിസം, ശൂന്യതാവാദം. അപ്പൊ ഒരു നിരീശ്വരവാദിക്ക്, സത്യസന്ധനായ മുഖ്ലിസായ ഒരു നിരീശ്വരവാദിക്ക് ഒരു ശൂന്യതാവാദിയാകേണ്ടി വരും, ഒരു നിഹിലിസ്റ്റ് ആകേണ്ടി വരും. മുനാഫിക്കായ നിരീശ്വരവാദിയാണെങ്കിൽ ഭരണഘടന ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റിയേക്കും. അപ്പോൾ നിരീശ്വരവാദത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതമാണ്. ഇത് മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ നാടുകളിൽ ആത്മഹത്യ ചെയ്യല് ശിക്ഷ കിട്ടുന്ന കുറ്റമാണ്. ആത്മഹത്യ ചെയ്തു മരിച്ചാൽ
മരിച്ചില്ലെങ്കിൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യും. കാരണം ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ശിക്ഷ കിട്ടുന്ന കുറ്റമാണ്. ചില രാജ്യങ്ങളിൽ ആത്മഹത്യ അനുവദനീയമാണ്. എങ്ങനെ അനുവദനീയം? എല്ലാ മനുഷ്യർക്കും ആത്മഹത്യ ചെയ്യാൻ പറ്റും? അങ്ങനെയല്ല. മാറാ രോഗിയാണെങ്കിൽ ഈ രോഗം ഒരിക്കലും മാറില്ലെന്ന് ഡോക്ടർക്ക് ഉറപ്പ് വന്നാൽ ആ ഡോക്ടർക്ക് നിർദ്ദേശിക്കാം. അസിസ്റ്റഡ് ഡെത്ത് ഡോക്ടർക്ക് നിർദ്ദേശിക്കും. വേദനയില്ലാത്ത മരണം സാധ്യമാക്കാനുള്ള ടെക്നോളജികൾ വന്നു. നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ കിടന്നു കൊടുക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അതുപോലെ ഒരു ബോട്ട് പോലത്തെ ഒരു സാധനത്തിൽ, വഞ്ചി പോലത്തെ ഒരു സാധനത്തിൽ ഇങ്ങനെ കിടന്നു കൊടുത്താൽ നിമിഷ നേരം കൊണ്ട് വേദനയില്ലാതെ മരിക്കും. എങ്ങനെ ഒരു വേദന ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലായി. അയാൾ പെടയുന്നില്ല. ആദ്യം തന്നെ ബോധം കെടുത്തു. പെടയലാണ് വേദനയുടെ അടയാളം എന്നാണ് അവർ മനസ്സിലാക്കിയത്. പോട്ടെ. അപ്പൊ അത്തരം രാജ്യങ്ങളിലെ നിരീശ്വരവാദികളായ ഡോക്ടർമാർ ഇത്തരത്തിൽ അസിസ്റ്റഡ് ഡെത്ത് ആളുകൾക്ക് നിർദ്ദേശിക്കുന്നതിൽ വളരെ കൂടുതലാണ്. നിരീശ്വരവാദിയായ ഡോക്ടർമാർ ഇത്തരം അസിസ്റ്റഡ് ഡെത്ത് നിർദ്ദേശിക്കുന്നത് വളരെ കൂടുതലാണ്. നമുക്കറിയാം, മാറാ രോഗിയാണെങ്കിൽ പോലും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തിരിച്ചു വരാൻ പറ്റും. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നിരീശ്വരവാദികളായ ഡോക്ടർമാർ, മുഖ്ലിസീങ്ങളായ നിരീശ്വരവാദികളായ ഡോക്ടർമാർ വർദ്ധിക്കുമ്പോൾ അത് ലോകത്തിന് വലിയ ദുരന്തം ഉണ്ടാക്കുന്നതിന്റെ നേരടയാളങ്ങൾ നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ആ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ദൈവമില്ല എന്ന അവരുടെ വാദത്തിന് തെളിവ് കൊണ്ടുവരാൻ അവരോട് പറയണം. അപ്പോൾ അവർ പറയും, ഞങ്ങളല്ലല്ലോ ദൈവമുണ്ട് എന്ന് വാദിക്കും, നിങ്ങളല്ലേ എന്ന് ചോദിച്ചാൽ, ഇല്ല എന്ന വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് തെളിവ് വേണം. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ, മദ്രസയിൽ ഒരാൾ പറയാണ്, ഉസ്താദേ അഷ്റഫ് ഇന്ന് വന്നിട്ടുണ്ട്, അപ്പൊ തെളിവ് വേണം. എവിടെ അഷ്റഫ്? അതാ അഷ്റഫ് ഇരിക്കണോ? ഒക്കെ. ഒരു കുട്ടി പറയണം, അഷ്റഫ് ഇന്ന് വന്നിട്ടില്ല ഉസ്താദേ. എന്താണ് നീ അങ്ങനെ പറയണെന്ന് നമ്മൾ ചോദിക്കും. കാരണം എന്താ? വന്നിട്ടില്ല എന്ന് പറയാൻ തെളിവ് വേണം. അപ്പൊ കുട്ടി പറഞ്ഞു, നോക്കൂ അഷ്റഫ് അവിടെ ഇല്ലല്ലോ, രജിസ്റ്റർ പട്ടിക നോക്കൂ, അഷ്റഫ് ഇല്ലല്ലോ, തെളിവായി. വേറൊരു കുട്ടി പറഞ്ഞു, ഉസ്താദേ അഷ്റഫ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അവനോട് നമ്മൾ ആരും തെളിവ് ചോദിക്കില്ല. അപ്പൊ ഒരാൾക്ക് വേണമെങ്കിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് പറയാം, അവനോട് നമ്മൾ തെളിവ് ചോദിക്കില്ല. ഇല്ല എന്ന് വാദിച്ചാൽ എല്ലാ മുദ്രയെയും പോലെ തെളിവ് കൊണ്ടുവരേണ്ടതുണ്ട്. തെളിവ് കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല. അവർ കൊണ്ടുവരുന്ന തെളിവ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ശാസ്ത്രീയമായി ദൈവത്തെ കണ്ടെത്താൻ പറ്റിയിട്ടില്ലല്ലോ. അതിന്റെ ഉത്തരം, ദൈവം ശാസ്ത്രത്തിന്റെ പരിധിയിലുള്ള കാര്യമല്ല. ശാസ്ത്രം ഭൗതിക യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള പഠനമാർഗമാണ്. ഏതുപോലെ? തെർമോമീറ്റർ ഭാരം അളക്കാനുള്ളതല്ലാത്തതുപോലെ. മൂന്നാമത് നമ്മൾ പറഞ്ഞത്, ദൈവമുണ്ട് എന്നതിന്റെ തെളിവുകളുടെ പേരുകൾ മാത്രം പറഞ്ഞു, അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. 4, നിരീശ്വരവാദത്തിന് തെളിവില്ലെന്ന് മാത്രമല്ല, പ്രയോജനമില്ല, പ്രത്യാഘാതങ്ങൾ ഒരുപാടുണ്ട് താനും. ഇനി രണ്ടാമത്തെ വിഷയം, ലളിതമാക്കി പറഞ്ഞു എന്നതുകൊണ്ട് വിഷയം ലളിതമാണെന്ന് അർത്ഥമില്ല കേട്ടോ. എങ്കിലും ലിബറലിസം എന്നതാണ്. ഏതൊന്നിനെയും അടിസ്ഥാനപരമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എതിർക്കാൻ പറ്റൂ. ഇപ്പോൾ നിരീശ്വരവാദികളൊക്കെ കോട്ടിടുന്നവരാണ്, അതുകൊണ്ട് കോട്ടിനെതിരെ പ്രസംഗിച്ചാൽ നിരീശ്വരവാദത്തിന് വല്ലതും പറ്റുമോ? ഇല്ല. കാരണം ഇസ്ലാമും നിരീശ്വരവാദവും തമ്മിലുള്ള തർക്കം കോട്ടിടണോ വേണ്ടയോ എന്നുള്ളതല്ല. എന്നതുപോലെയാണ് ഈ ലിബറലുകളൊക്കെ പറയുന്നുണ്ട്, ഇവിടെ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കാം, അതുകൊണ്ട് വിവാഹത്തിന്റെ മഹത്വം പ്രസംഗിച്ചത് കൊണ്ട് ലിബറലിസം ഇല്ലാതാകോ? ഇല്ല. കാരണം എന്താ? ലിബറലിസവും ഇസ്ലാമും തമ്മിലുള്ള അടിസ്ഥാന പ്രശ്നം വിവാഹം വേണോ ലൈംഗിക ബന്ധത്തിന് എന്നതല്ല, അതിന്റെ ശാഖാപരമായ ഒരു കാര്യമാണ്. അപ്പൊ ഏതൊരു ആദർശത്തെയും അടിസ്ഥാനപരമായി മനസ്സിലാക്കുമ്പോഴാണ് അതിന് നമുക്ക് എതിർക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്താണ് അടിസ്ഥാനപരമായി ലിബറലിസം? 2 വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കാം. ലിബറലിസം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, അത് എഴുതി വെക്കാം. ലിബറലിസം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യവും തുല്യതയുമാണ് ഏറ്റവും മഹത്തായ മൂല്യങ്ങൾ എന്ന വിശ്വാസമാണ്. സ്വാതന്ത്ര്യവും തുല്യതയുമാണ് ഏറ്റവും മികച്ച മൂല്യങ്ങൾ എന്ന വിശ്വാസമാണ്. അപ്പോ സ്വാതന്ത്ര്യത്തിനും തുല്യതയ്ക്കും ഇസ്ലാമിൽ പ്രാധാന്യം ഉണ്ടല്ലോ. മാതാപിതാക്കൾ അവരുടെ സ്വത്ത് വീതം വെക്കുമ്പോൾ മക്കൾക്ക് തുല്യമായി വീതം വെക്കണം. അനന്തര സ്വത്തിന്റെ കാര്യമല്ല, അത് അവരുടെ സ്വത്തല്ല, അവർ മരിച്ചുപോയല്ലോ. അത് അള്ളാഹുവിന്റെ സ്വത്ത് അള്ളാഹു പറഞ്ഞതുപോലെ അവകാശികൾക്ക് കൊടുക്കുന്നു. ജീവിച്ചിരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ സ്വത്ത് വീതം വെക്കുമ്പോൾ തുല്യമായി വീതം വെക്കലാണ് നീതി. ഇസ്ലാമിൽ തുല്യതയ്ക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടാണത്. അടിമയെ മോചിപ്പിക്കൽ പുണ്യകർമ്മമാണ്, സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. പക്ഷേ ഏറ്റവും മഹത്തായ മൂല്യം തുല്യതയും സ്വാതന്ത്ര്യവുമല്ല, അതിനേക്കാൾ മഹത്തായ മൂല്യങ്ങളുണ്ട്. അതിനുവേണ്ടി തുല്യതയും സ്വാതന്ത്ര്യവും മാറ്റിവെക്കേണ്ടി വരും. ഇതാണല്ലോ നമ്മളും അവരും തമ്മിലുള്ള വിയോജിപ്പ്. ഇങ്ങനെ ഇത് ഒരു ഉദാഹരണം മാത്രം. ഏത് ഇസം വരട്ടെ, ഏത് ഐഡിയോളജി വരട്ടെ, ഇസ്ലാമും അതും തമ്മിലുള്ള അടിസ്ഥാനപരമായ വിയോജിപ്പ് മനസ്സിലാക്കിയാൽ നമുക്കതിനെ വളരെ കൃത്യമായി എതിർക്കാൻ പറ്റും. അല്ലെങ്കിലോ നമ്മൾ എതിർക്കുന്നത് ശാഖാപരമായ ഒരു കാര്യത്തെയായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ലിബറലുകളായ ആളുകൾ തന്നെ വിവാഹേതരമായ ലൈംഗിക ബന്ധങ്ങൾ എതിർക്കുന്നവരുണ്ട്. അവർ പറയുന്നത് സമൂഹത്തിന് ദോഷകരമാണെന്നതാണ്. അപ്പൊ ആ ലിബറലിനെ എതിർക്കാൻ നമുക്ക് ഈ ആർഗ്യുമെന്റ് കൊണ്ട് മതിയാവില്ല. അതുകൊണ്ടാണ് അടിസ്ഥാനപരമായ വിയോജിപ്പുകളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതിന്റെ പ്രസക്തി. അപ്പോ
നമ്മൾ പറഞ്ഞത് ലിബറലിസം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യവും തുല്യതയുമാണ് ഏറ്റവും മികച്ച മൂല്യങ്ങൾ എന്ന വിശ്വാസമാണ്. ഇസ്ലാം അതോടുള്ള വിയോജിപ്പ് എന്താ? സ്വാതന്ത്ര്യവും തുല്യതയും മികച്ചത് തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ ഏറ്റവും മികച്ചത് അതല്ല. ഏറ്റവും മികച്ച മറ്റു ചിലതിനു വേണ്ടി ഇത് ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. അതാണല്ലോ നമ്മൾ പറയുന്നത്, എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാ കർമ്മങ്ങളും അല്ലാഹു ആൺ പെൺ ഭേദമില്ലാതെയാണ് അല്ലാഹു അവന്റെ മീസാനിൽ തൂക്കി നോക്കുക. പക്ഷേ ആൺ പെൺ ഭേദമുണ്ട്. അതുകൊണ്ടാണല്ലോ ആൺ പെൺ എന്ന് പറയുന്നത്. പ്രായത്തിന്റെ പേരിൽ മനുഷ്യർ വ്യത്യസ്തരാണ്. അതുകൊണ്ടാണ് കുട്ടി വൃദ്ധൻ എന്ന് പറയുന്നത്. അല്ലാഹുവിന് ഇതൊന്നും ഇല്ലാത്തൊരു ലോകം സാധ്യമാക്കാൻ പറ്റും. ഓട്ടമത്സരം പോലെ. എന്താ ഓട്ട മത്സരത്തിന്റെ പ്രത്യേകത? ഒരുമിച്ച് തുടങ്ങും, ഒരു വിസിലിൽ തീരും. വിജയി പരാജയി പെട്ടെന്ന് കാണും. അങ്ങനെ അള്ളാഹുവിന് ഈ ലോകത്ത് ജനിച്ചതും ജനിക്കാനുള്ളതുമായ മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് ജനിപ്പിച്ച് വിവാഹമോ കുടുംബമോ ഇല്ലാതെ ഒരു സൂർ എന്ന കാഹളത്തിലെ വിളിക്ക് അവസാനിപ്പിച്ച് വിചാരണ നടത്താൻ കഴിയും. എന്തിനും പോകുന്ന അള്ളാഹുവിന് അതിനും പറ്റും. പക്ഷെ അള്ളാഹു തെരഞ്ഞെടുത്തത് ഈ രീതിയാണ്. അതുകൊണ്ട് തന്നെ പ്രായത്തിന്റെ പേരിൽ, ലിംഗത്തിന്റെ പേരിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായി. അപ്പൊ ഇസ്ലാമിൽ തുല്യതയൊക്കെ ഉണ്ട്. പക്ഷെ തുല്യതയേക്കാൾ മികച്ച ചിലതിനു വേണ്ടി തുല്യതയെ ഒഴിവാക്കും. സ്വാതന്ത്ര്യത്തെക്കാൾ മികച്ച മൂല്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തെ ചിലപ്പോൾ ചിലയിടത്ത് പരിഗണിക്കാതിരിക്കും. ഇതാണല്ലോ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ ഇവരെ നേരിടാൻ ചെയ്യേണ്ടത് നിങ്ങളും ഇതുപോലെ ചെയ്യുന്നുണ്ട്. കാരണം ഇസ്ലാം ഒരു രീതി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സുന്നത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ബോധ്യങ്ങൾ, സത്തകൾ, അതാണല്ലോ ഏറ്റവും മികച്ചത്. ഇത് നിങ്ങളും സ്വീകരിക്കുന്നുണ്ട് എന്ന് അവരെ ബോധിപ്പിക്കണം. അതെങ്ങനെ? തുല്യതയേക്കാൾ മികച്ച ചിലതുണ്ട് എന്ന് എല്ലാ ലോകരാഷ്ട്രങ്ങളും അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന നമുക്കാർക്കും ലഭിക്കാത്ത സുരക്ഷാ സംവിധാനങ്ങൾ പ്രധാനമന്ത്രിക്ക് നൽകുന്നത്. അത് തുല്യതയ്ക്കെതിരാണ്, അല്ലേ? തുല്യതയ്ക്കെതിരാണ് ഉറപ്പായും. തുല്യത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ആകണം. അങ്ങനെ ആകുമ്പോൾ ആർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലീസുകാരൻ ആരാ പ്രൊട്ടക്ഷൻ കൊടുക്കുക? അതുകൊണ്ട് തുല്യത നടപ്പിൽ വരുത്തിയാൽ ആർക്കും ഇവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ആരും, അല്ലെങ്കിൽ ഈ ലിബറലുകൾ ആരും പ്രധാനമന്ത്രിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് എതിർക്കുന്നില്ല. അത് തുല്യതയ്ക്കെതിരാണെന്ന് പറഞ്ഞ് എതിർക്കുന്നില്ല. കാരണം പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിൽ. നരേന്ദ്രമോദി പെട്ടെന്ന് മരിച്ചാലും ലോകത്തെ, ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും അത് ദുഃഖകരമായി, ദോഷകരമായി ബാധിക്കും. ഇവിടെ കലാപങ്ങൾ ഉണ്ടായേക്കാം, ഇവിടെ ചില ബില്ലുകൾ കെട്ടിക്കിടന്നേക്കാം. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രത്തിന്റെ സമാധാനത്തിന് ചില തുല്യത ഒഴിവാക്കേണ്ടി വന്നാൽ അത് ചെയ്യാം എന്നിവർ പറയുന്നത് കൊണ്ടാണ് അവിടെ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവരോട് പറയും, തുല്യത നല്ല മൂല്യമാണ്, പക്ഷേ തുല്യതയേക്കാൾ വലുതാണ് നാട്ടിലെ സമാധാനം. അതിനുവേണ്ടി തുല്യത ഒഴിവാക്കാമെന്ന് നിങ്ങളും അംഗീകരിച്ചില്ലേ എന്ന് ചോദിക്കണം. ഇതുപോലെയാണ് നമ്മളൊക്കെ വാഹനത്തിൽ വന്നവരാണ്. ഇന്ത്യയിൽ ഇടതുവശത്തൂടെ വാഹനം ഓടിക്കണം, വലതുവശത്തൂടെ ഓടിക്കാൻ പാടില്ല. ഇത് സ്വാതന്ത്ര്യത്തിനെതിരാണ്, അല്ലേ? എന്റെ വാഹനം, ഞാൻ അടയ്ക്കുന്ന ടാക്സ്, എനിക്ക് ഏതിലൂടെ വേണമെങ്കിലും ഓടിക്കാൻ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ നടക്കില്ല. ഇത് സ്വാതന്ത്ര്യത്തിനെതിരല്ലേ എന്ന് ചോദിച്ചാൽ ഇതേ ലിബറൽ തന്നെ മറുപടി പറയും. എന്ത്? ആ സ്വാതന്ത്ര്യം അംഗീകരിച്ചാൽ റോഡിൽ അപകടങ്ങൾ ഉണ്ടാകും, മനുഷ്യ ജീവനുകൾ പ്രയാസത്തിലാകും. അപ്പൊ സ്വാതന്ത്ര്യത്തെക്കാൾ മികച്ചതാണ് റോഡിൽ അപകടം ഉണ്ടാകാതിരിക്കുക എന്നത്. അതുകൊണ്ട് അവിടെ സ്വാതന്ത്ര്യത്തെ ത്യജിക്കാം, പ്രശ്നമില്ല. അപ്പൊ നമ്മൾ അവരോട് പറയണം, നാട്ടിൽ സമാധാനത്തിന് വേണ്ടി തുല്യത ഒഴിവാക്കാമെങ്കിൽ, റോട്ടിൽ സമാധാനത്തിന് വേണ്ടി ചില സ്വാതന്ത്ര്യങ്ങൾ ഒഴിവാക്കാമെങ്കിൽ, വീട്ടിൽ സമാധാനത്തിന് വേണ്ടിയും ഇത് രണ്ടും ഒഴിവാക്കിക്കൂടെ എന്ന ചോദ്യം നമുക്ക് ചോദിക്കാം. രണ്ട് മനുഷ്യർ, ഒരാണ് ഒരു പെണ്ണ്, അവർ രണ്ട് ഭൂഖണ്ഡത്തിൽ ജീവിക്കുമ്പോൾ തുല്യതയുടെ പ്രസക്തിയെ വരുന്നില്ല. പക്ഷെ അവർ ഒരുമിച്ച് ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ അവിടെ സ്ഥാന വ്യത്യാസമുണ്ട്, അവിടെ പരിഗണനാ വ്യത്യാസമുണ്ട്, ധർമ്മ വ്യത്യാസമുണ്ട്. അതെന്തിനു വേണ്ടി? എങ്കിലേ ഇത് സുഗമമായി മുന്നോട്ട് പോകൂ. അപ്പൊ റോട്ടിലും നാട്ടിലും സമാധാനം വേണം, വീട്ടിൽ വേണ്ട എന്ന കാപട്യമാണ് ലിബറലിസം എന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയണം. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ലിബറലിസത്തിൽ ഞാൻ പറഞ്ഞത്, സ്വാതന്ത്ര്യത്തെക്കാളും തുല്യതയെക്കാളും മികച്ച ചിലതുണ്ട് എന്ന് അവരും മനസ്സിലാക്കി അതത് ഇടങ്ങളിൽ അവരത് പ്രയോഗിക്കുന്നു. പക്ഷെ കുടുംബത്തിന്റെ കാര്യം വരുന്ന സമയത്ത് അത് പ്രയോഗിക്കാതിരിക്കുന്നു. ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാപട്യം. അപ്പൊ ഇങ്ങനെ അടിസ്ഥാനപരമായി വിഷയങ്ങളെ വിശകലനം ചെയ്ത് നമ്മൾ നമ്മുടെ വാദങ്ങളെ രൂപപ്പെടുത്തിയാൽ ഏതിന്റെ മുൻപിലും ഇസ്ലാമിന്റെ അജയ്യത ബോധ്യപ്പെടുത്താൻ അള്ളാഹു നമുക്ക് കഴിവ് നൽകും. 2 പോയിന്റ് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നോട്ട്ബുക്ക് അടച്ചു വെക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് പറയാനാണോ ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്ന ഞങ്ങൾ ഇവിടെ ഇരുന്നത് എന്ന് തോന്നാതിരിക്കാൻ ചില പുതിയ കാര്യങ്ങൾ കൂടി പറയാം. ഇപ്പൊ നമ്മൾ ഇനി സിമ്പിളായി കേട്ടിരിക്കാം.
നമ്മൾ ഈ ഫെമിനിസ്റ്റുകളായ ആളുകളും ലിബറലുകളായ ആളുകളും ഒക്കെ കുടുംബത്തിനെതിരെ, വിവാഹത്തിനെതിരെ ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കുടുംബം ഉണ്ടെങ്കിൽ കുട്ടിക്ക് പരിഗണന കിട്ടൂ, സ്ത്രീക്ക് പരിഗണന കിട്ടൂ, വൃദ്ധർക്ക് പരിചരണം കിട്ടൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കാൻ കഴിയുന്നൊരു വാദം, ഇസ്ലാമിലെ ഏത് നിയമം എടുത്താലും അത് മനുഷ്യ പ്രകൃതിയെ കൃത്യമായി സംബോധന ചെയ്യുന്ന ഒരു നിയമമായിരിക്കും. കാരണം മനുഷ്യനെ ഇന്ന പ്രകൃതിയിൽ സൃഷ്ടിച്ച് അള്ളാഹു അവന് നിശ്ചയിച്ച നിയമമാകുമ്പോൾ അത് മനുഷ്യ പ്രകൃതിയോട് ചേരുന്നതാകും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ മിക്സിയും ഉണ്ട്, ഗ്രൈൻഡറും ഉണ്ട്. പക്ഷെ മിക്സി ഉപയോഗിക്കുന്ന ആവശ്യത്തിനല്ല നമ്മൾ ഗ്രൈൻഡർ ഉപയോഗിക്കുക. രണ്ടും പൊടിക്കുന്നതാണെങ്കിലും കഷ്ണിക്കുന്നതാണെങ്കിലും രണ്ടിന്റെയും പ്രകൃതം വ്യത്യസ്തമായതുകൊണ്ട് വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. എന്നതുപോലെ മനുഷ്യനെ ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കിയ അള്ളാഹു മനുഷ്യന്റെ പ്രകൃതിയോട് ചേരുന്ന നിയമങ്ങൾ അവനോട് പറഞ്ഞു. മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച അള്ളാഹു പുരുഷ പ്രകൃതിയോട് ചേരുന്ന നിയമങ്ങൾ പുരുഷനോടും സ്ത്രീ പ്രകൃതിയോട് ചേരുന്ന നിയമങ്ങൾ സ്ത്രീയോടും പറഞ്ഞു. അപ്പോൾ ഇസ്ലാമിലെ സ്ത്രീ പുരുഷ വ്യത്യാസത്തിന്റെ പൊരുളുകൾ കണ്ടെത്താൻ, ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ നമ്മൾ തിരയേണ്ടത് ശാസ്ത്ര പുസ്തകത്തിലാണ്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസങ്ങളിലാണ്. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ വിഷയമൊക്കെ നമ്മേക്കാൾ മുൻപ് വന്നതാണ് UK പോലുള്ള നാടുകളിൽ. UK ഈ പ്രശ്നം വന്ന സമയത്ത് അവിടുത്തെ ഒരു പ്രധാന പ്രഭാഷകനും പണ്ഡിതനുമൊക്കെയായ അബ്ദുൽ ഹക്കീം മുറാദിനോട് ഒരാൾ ചോദിച്ചു, എന്തുപദേശമാണ് പുതിയ തലമുറയെ കുട്ടികൾക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ടീച്ച് ദം ബയോളജി. അവർക്ക് ജീവശാസ്ത്രം പഠിപ്പിക്കണം. സമയമില്ലെങ്കിൽ ഒരു കന്നുകാലി ഫാമിലേക്കെങ്കിലും അവരെ കൊണ്ടുപോകണം. അപ്പോൾ അവർക്ക് കാള ഏതാണ്, പശു ഏതാണ് എന്ന് മനസ്സിലാകും. അപ്പോൾ ഈ വാദങ്ങളെ അവർ തള്ളിക്കളയുമെന്നാണ്. അപ്പൊ മനുഷ്യ പ്രകൃതി പഠിക്കലാണ് അതിന്റെ പരിഹാരം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് നോക്കാം, എന്തുകൊണ്ടാണ് മനുഷ്യൻ കുടുംബം തിരഞ്ഞെടുത്തത്? അള്ളാഹു നിയമമാക്കിയത് കൊണ്ട് എന്ന ഉത്തരം നമുക്കുണ്ട്. നാം പൊതുവിൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ കുടുംബം തിരഞ്ഞെടുത്തത് എന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ഒരേ ഒരു ഉത്തരം. ആ ഉത്തരം മനസ്സിലാവാൻ ഒരു ഉദാഹരണം നമ്മെ സഹായിക്കും. ഒരു തടാകത്തിന്റെ സമീപത്ത് ഒരു മനുഷ്യന്റെ കുട്ടിയും ഒരു താറാവിന്റെ കുട്ടിയും ഒരു പൂച്ചയുടെ കുട്ടിയും ജനിച്ച് 1 മാസം മാത്രം പ്രായമുള്ള 3 കുട്ടികളെ തടാകത്തിന്റെ അടുത്ത് കൊണ്ട് നിർത്തിയാൽ എന്ത് സംഭവിക്കും എന്നാലോചിച്ചാൽ മതി. താറാവിന്റെ കുട്ടി മനസ്സിലാക്കും, ഞാൻ താറാവിന്റെ കുട്ടിയാണ്, എനിക്ക് നീന്താൻ കഴിയും എന്ന് മനസ്സിലാക്കി തടാകത്തിലേക്ക് ഇറങ്ങും. പൂച്ചയുടെ കുട്ടി, ഞാൻ പൂച്ചയുടെ കുട്ടിയാണ്, എനിക്ക് നീന്താൻ അറിയില്ല എന്ന് മനസ്സിലാക്കി അവിടെ തന്നെ നിൽക്കും. മനുഷ്യന്റെ കുട്ടി, എനിക്ക് നീന്താൻ അറിയില്ല എന്ന് മനസ്സിലാക്കി അവിടെ നിൽക്കാതെ തടാകത്തിലേക്ക് ഇറങ്ങി മുങ്ങും. എന്താണ് അതിന്റെ അർത്ഥം? മനുഷ്യന്റെ ശൈശവം വളരെയേറെ ദൈർഘ്യമേറിയതാണ്. ഹ്യൂമൻ ചൈൽഡ്ഹുഡ് വളരെ പ്രൊലോങ്ഡ് ആണ്. അതുകൊണ്ട് അവന്റെ ശൈശവ ദശയിലെ വളർച്ച പൂർത്തിയാകണമെങ്കിൽ മാതാപിതാക്കളുടെ പരിചരണം ആവശ്യമാണ്. ഇത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. ഇതുകൊണ്ടാണ് കുടുംബം മനുഷ്യ പ്രകൃതിയുടെ ഭാഗമായത്. ഇതിനെ 10 ഫെമിനിസ്റ്റുകൾ യോഗം ചേർന്ന് പ്രമേയം പാസാക്കി ഇല്ലാതാക്കാൻ പറ്റുമോ? 1 മാസം കൊണ്ട് മനുഷ്യന് പൂർണ്ണ വളർച്ച എത്തിക്കാൻ പ്രമേയം പാസാക്കിയതുകൊണ്ട് കഴിയുമോ? ഒരിക്കലുമില്ല. അപ്പൊ മനുഷ്യന്റെ ചൈൽഡ്ഹുഡ് പ്രൊലോങ്ഡ് ആണ് എന്നതുകൊണ്ട് കുടുംബം അനിവാര്യമാണ്. അല്ലെങ്കിൽ പൂർണ്ണ വളർച്ച എത്താൻ സാധ്യമല്ല. ഇനി ഈ കുഞ്ഞിനെ വളർത്തുന്ന ഈ പ്രക്രിയയിൽ ഒരു പുരുഷന്റെ ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ വളരെ കൂടുതലാണ് സ്ത്രീയുടെ ഇൻവെസ്റ്റ്മെന്റ്, പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. പുരുഷൻ എന്താ 10 മിനിറ്റ് നേരം പരമാവധി ആവശ്യമുള്ള ഒരു പ്രക്രിയ, അതാണ് പുരുഷന്റെ പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ്. സ്ത്രീയുടെയോ നമ്മൾ 10 മാസത്തെ കണക്ക് പറയും. ഒന്നുകൂടി ആലോചിച്ചാൽ മുലയൂട്ടലിന്റെ ഇതുമടക്കം 1.5-2.5 വർഷം എന്നൊക്കെ പറയും. പക്ഷേ 10ാം വയസ്സിൽ ഋതുമതിയായത് മുതൽ 50ാം വയസ്സിൽ അത് നിലയ്ക്കും വരെയുള്ള 40 വർഷം മാസത്തിലൊരിക്കൽ ആർത്തവം എന്ന ക്ഷീണം പിടിച്ച ദുർഘടമായ ഒരവസ്ഥയിലൂടെ അവൾ കടന്നു പോകുന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ് 40 വർഷമാണ്. അതിൽ അല്പം ഗൗരവം കൂടിയതാണ് ഗർഭകാലവും മരണതുല്യമായ പ്രസവവേദനയും പിന്നീടുള്ള മുലയൂട്ടലടക്കമുള്ള കാലവും. അപ്പൊ രണ്ടുപേർക്കും തുല്യ അവകാശം ഒരു കുട്ടിക്ക്. പുരുഷന് 10 മിനിറ്റ്, സ്ത്രീക്ക് 40 വർഷം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും സ്ത്രീ തെരഞ്ഞെടുക്കുക, സ്ത്രീയുടെ മാനസികാവസ്ഥ രൂപപ്പെടുക ഒരു പ്രത്യേക രീതിയിലായിരിക്കും. ഒരു കമ്പനിയിൽ ഒരു ദിവസം 100 എന്തെങ്കിലും ഒരു സാധനം 100 സൈക്കിൾ ഉണ്ടാക്കാൻ പറ്റും. മറ്റൊരു കമ്പനിയിൽ
100 ദിവസം വേണം ഒരു സൈക്കിൾ ഉണ്ടാക്കാൻ. ഏത് കമ്പനിയാണ് ശ്രദ്ധയോടെ ജോലികൾ ചെയ്യുക? ഓഫ് കോഴ്സ് 100 ദിവസം കൊണ്ട് ഒരു സൈക്കിൾ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന കമ്പനി. ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ക്വാളിറ്റിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും എന്നതുപോലെ ഈ പ്രകൃതിയെ മാറ്റാനും ഫെമിനിസ്റ്റുകൾ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് കഴിയോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായും സ്ത്രീ പ്രകൃതി ഇതിനനുസരിച്ചാണ് രൂപപ്പെട്ടു വരിക. അവൾ ആഗ്രഹിക്കുക അവളെക്കാൾ പ്രായമുള്ള, അവളെക്കാൾ സാമ്പത്തിക ശേഷിയുള്ള, അവളെക്കാൾ ശാരീരിക ക്ഷമതയുള്ള ഒരു പുരുഷനെ വരനായി ലഭിക്കാനായിരിക്കും അവൾ ആഗ്രഹിക്കുക. പരസ്ത്രീ ബന്ധത്തെ പുരുഷൻ പരപുരുഷ ബന്ധത്തെ പുരുഷൻ എതിർക്കുന്നത് പോലെ പരസ്ത്രീ ബന്ധത്തെ സ്ത്രീയും എതിർക്കും. പക്ഷെ എതിർക്കുന്നതിന്റെ കാരണം പോലും വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്? പുരുഷൻ തന്റെ ഭാര്യയുടെ അവിഹിതത്തെ എതിർക്കുന്നത് ഭാര്യയുടെ ചാരിത്രശുദ്ധി ആണ്. ഞാൻ എൻ്റെ ജീവിതകാലത്തെ അധ്വാനത്തിന്റെ പകുതിയും സമ്പാദിച്ചത് എൻ്റെ മകന് പകുത്തു കൊടുക്കുന്നതിന്റെ ഏക വിശ്വാസം. ഞാൻ വലിയ അധ്വാനം കൊണ്ടുണ്ടാക്കിയത് എൻ്റെ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അവൾ ചാരിത്രശുദ്ധിയുള്ളവളാണ് എന്ന വിശ്വാസത്തിലാണ്. അത് തകർന്നാൽ ഇവന്റെ ഈ ഇടപാട് നിലയ്ക്കും. അതുകൊണ്ടാണ് പുരുഷൻ സ്ത്രീയുടെ പരപുരുഷ ബന്ധത്തെ എതിർക്കുന്നത്. എന്നാൽ സ്ത്രീ എന്തുകൊണ്ടാണ് പുരുഷന്റെ പരസ്ത്രീ ബന്ധത്തെ എതിർക്കുന്നത്? അതൊരിക്കലും സെക്ഷൽ പ്യൂരിറ്റിക്ക് വേണ്ടിയല്ല. പിന്നെയോ, ഈ എൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെങ്കിൽ എനിക്ക് കിട്ടേണ്ട മാനസിക പിന്തുണ കുറയും, ഇമോഷണൽ സപ്പോർട്ട് കുറയും. കാരണം എൻ്റെ പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. എൻ്റെ ആർത്തവം, എൻ്റെ ഗർഭം, എൻ്റെ പ്രസവം, എൻ്റെ മുലയൂട്ടൽ കാലത്തൊക്കെ എനിക്ക് വേണ്ടത് പിന്തുണയാണ്. കാരണം രണ്ടുപേർക്കും തുല്യ അവകാശമുള്ള കുട്ടി. ഞാൻ കൂടുതൽ കഷ്ടപ്പെടുന്നു, എനിക്ക് കൂടുതൽ പിന്തുണ വേണം. ഇതാണല്ലോ നീതി. അത് കുറയും എന്ന് കരുതിയിട്ടാണ് പുരുഷന്റെ പരസ്ത്രീ ബന്ധത്തെ സ്ത്രീ എതിർക്കുന്നത്. അപ്പോൾ എന്നാൽ പുരുഷ പ്രകൃതിയിൽ എന്തുണ്ട്? പുരുഷ പ്രകൃതിയിൽ അവന്റെ പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറച്ചായത് കൊണ്ട് തന്നെ കൂടുതൽ പ്രൊഡക്റ്റുകളെ ഉണ്ടാക്കാൻ ശ്രമിക്കും. ആർക്കാണ് കൂടുതൽ മക്കൾ ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. 3 മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ അവസാനിപ്പിക്കും. കൂടുതൽ മക്കൾ പുരുഷനാണ് ഉണ്ടാവുക, സ്ത്രീക്കല്ല. ചില കുട്ടികളൊക്കെ അങ്ങനെ പറയും, സ്ത്രീക്കാണ് കൂടുതൽ മക്കൾ ഉണ്ടാവുക. ഒരിക്കലുമല്ല. സ്ത്രീക്ക് പരമാവധി 20 കുട്ടികളെ പ്രസവിക്കാൻ കഴിഞ്ഞേക്കും, പുരുഷന് കണക്കില്ല. അപ്പൊ കൂടുതൽ കുട്ടികളെ പ്രസവിക്കാൻ, ഉൽപ്പാദിപ്പിക്കാൻ പുരുഷനാണ് കഴിയുക എന്നതുകൊണ്ട് തന്നെ അവന്റെ പ്രകൃതിയിൽ ബഹുഭാര്യത്വമുണ്ട്, അവന്റെ പ്രകൃതിയിൽ പോളിഗമി ഉണ്ട്. ഒരുപാട് ഇണകളുമായി ഇണചേരൽ അവന്റെ ആഗ്രഹത്തിൽപ്പെട്ടതാണ്. പക്ഷെ അങ്ങനെ മനുഷ്യ പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും നിരുപാധികം കെട്ടഴിച്ച് വിടാൻ പാടില്ല. അത് ദൂഷ്യഫലം ചെയ്യും. അവിടെ നിയമം മൂലം അള്ളാഹു ആ പ്രകൃതിയെ നന്മയിലേക്ക് നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള നിയന്ത്രണങ്ങളാണ് അള്ളാഹു നൽകുന്നത്. അപ്പോൾ പുരുഷന്റെ ഇത് ഒരു ഫെമിനിസ്റ്റ് പ്രമേയം പാസ്സാക്കിയാൽ മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരുപാട് സ്ത്രീകളെ ആഗ്രഹമുള്ള ഈ പുരുഷന്റെ പ്രകൃതിയെ നിയന്ത്രിക്കണം. അതിനെന്തു ചെയ്തു? അതിന് ലൈംഗിക ബന്ധത്തിന് വിവാഹം മാനദണ്ഡമാക്കി, വിവാഹത്തിന് ചിലവ് കൊടുക്കൽ നിബന്ധനയാക്കി, റിലേഷൻഷിപ്പിന് കമ്മിറ്റ്മെന്റ് കണ്ടീഷനാക്കി. അങ്ങനെ ആകുമ്പോൾ നിനക്ക് പരസ്ത്രീ ബന്ധം 4 വരെ ആകാം, പക്ഷേ വിവാഹം കഴിക്കണം, ചെലവിന് കൊടുക്കണം. കഴിയില്ലേ? ഒഴിവാക്കിക്കോ. അപ്പൊ മനുഷ്യ പ്രകൃതിയെ മനസ്സിലാക്കി അതനുസരിച്ചുള്ള നിയമങ്ങൾ, ആ പ്രകൃതിയുടെ നന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന, ആ പ്രകൃതിയുടെ തിന്മകളെ ഇല്ലാതാക്കുന്ന നിയമങ്ങൾ അള്ളാഹു നൽകി. ഇതൊരു ചിന്തയ്ക്ക് തുടക്കമിട്ടത് ഇസ്ലാമിലെ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളുടെ നിയമങ്ങളുടെ പൊരുൾ മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ശാസ്ത്ര പുസ്തകത്തിലാണ് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് ഈ സദസ്സിന്റെ അകലവും വലിപ്പവും കാരണം നിങ്ങളുടെ കണ്ണുകളിൽ നിന്നും നിങ്ങളുടെ നാവുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ വേദ പങ്കുവെച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞതും കേട്ടതും സ്വീകരിക്കട്ടെ, നമ്മുടെ ഓർമ്മയിൽ നിർത്തട്ടെ, ഉപകരിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.